ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ മുറ്റത്തിറങ്ങിയപ്പം ചുവന്ന് തിളങ്ങി നിൽക്കുന്ന ആ തക്കാളികളെയാണ് കണ്ടത്. അധികമൊന്നുമില്ല, 2-3 എണ്ണം. അപ്പം അതിനേക്ക് ജസ്റ്റ് ഒന്ന് പറിച്ച് പാത്രത്തിലാക്കി. അപ്പം മുറ്റത്തിൻ്റെ പുറത്ത് കുറച്ച് പച്ചമുളകും കൂടി ഉണ്ടായിരുന്നു. അപ്പം അതും കൂടിയും ഇതിൻ്റെ കൂട്ടത്തിൽ പറിച്ചെടുത്തിട്ടുണ്ട്. ചെടികളോടൊക്കെ ഒന്ന് സംസാരിച്ച് ഇലകളൊക്കെ ഒന്ന് മറിച്ച് നോക്കി പുതിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമ്പം മനസ്സിനൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ ചെടികളൊക്കെ നോക്കി നടക്കുന്നവർക്ക്. അങ്ങനെ ആ കുശലം പറിച്ചിലൊക്കെ കഴിഞ്ഞ് നേരെ ടെറസിലോട്ടേക്ക് വിട്ടു. അതായത് കുറേ നാളായിട്ട് നാളെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ച ഒരു പണിയായിരുന്നു ഈ ടെറസ് ക്ലീനിങ് പരിപാടികളൊക്കെ. അപ്പം ആ പണിയൊന്ന് ഇന്ന് ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ടെറസിലോട്ട് കയറി ചൂലൊക്കെ എടുത്ത് ഫുള്ള് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി കാഴ്ചകളൊക്കെയാണിത്. പിന്നെ ടെറസിൻ്റെ ഒരു സൈഡിൽ കുറേ ആയിട്ട് കൂട്ടിയിട്ട് കുറച്ച് ഓടുകളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നിരത്താം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. മനസ്സിൽ എത്രത്തോളം സക്സസ് ആവും എന്നൊന്നും അറിയത്തില്ല, എന്നാലും നമുക്ക് പറ്റുന്ന പോലെ അങ്ങ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ പൊടിയെല്ലാം പിടിച്ച് വേരത്തിൽ കുളിച്ച് ഇങ്ങനെ ഓരോ ഓടും എടുത്ത് നിരത്തുമ്പോൾ ശരീരത്തിന് ക്ഷീണം ഉണ്ടെങ്കിലും മനസ്സിനൊരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. അതായത് എന്തോ ഒരു കാര്യം ചെയ്യുന്ന ഒരു ഫീൽ. വീട്ടിൽ തന്നെ ഇരുന്നാൽ പ്രത്യേകിച്ച് ഒന്നുമില്ലാന്ന് തോന്നും അല്ലേ? പക്ഷെ ഒരു വീട്ടമ്മേൻ്റെ ജീവിതം ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു സിനിമ തന്നെ ആക്കാനുള്ള സ്റ്റോറി ഉണ്ടാവും അല്ലേ? അന്ന് തീരാത്തത് പിറ്റേന്ന് വീണ്ടും കയറി ബാക്കിയുള്ള ഓടുകളും കൂടി നിരത്തി സെറ്റാക്കുന്നുണ്ട്. കാരണം വീട്ടിലെ ജോലികൾക്ക് ഫിനിഷ് എന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇന്നും ചെയ്യാം, നാളെയും ചെയ്യാം, മറ്റന്നാളും ചെയ്യാം. ഈ 2-3 ദിവസങ്ങൾ എൻ്റെ വീടിനെയും എൻ്റെ ചെടികളെയും എൻ്റെ കൊച്ചു സന്തോഷങ്ങളെയൊക്കെ നിങ്ങളുടെ മുമ്പിലോട്ടേക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ അതൊരു മെമ്മറിയൊക്കെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് തേങ്ങ പൊട്ടിച്ച് വെയിലത്ത് ഉണക്കാനൊക്കെ വെച്ച് അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പം മനസ്സിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ. പുറത്തുനിന്ന് നോക്കുമ്പം സാധാരണ ഒരു ദിവസം പോലെയൊക്കെ തോന്നും. പക്ഷേ ഇതൊക്കെയാണ് ഒരു വീടിൻ്റെ യഥാർത്ഥ സമാധാനം എന്നൊക്കെ പറയുന്നത് അല്ലേ? ചിലർക്ക് ഇതൊക്കെ വെറും ഒരു ജോലിയായിട്ടായിരിക്കും തോന്നുക. പക്ഷേ ഇതൊക്കെ എനിക്ക് എന്താ പറയുക, ഒരു തെറാപ്പി പോലെയോ അല്ലെങ്കിൽ ഒരു പീസ് പോലെയോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ മെയിനായിട്ടും പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ആദ്യം മുതൽ അവസാനം വരെ ഒരു നിഴൽ പോലെ എല്ലാ കാര്യത്തിലും എന്താ പറയുക ചുവടും കൂടത്തിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ കാര്യത്തിനും എന്തൊക്കെയായാലും ഇതിനിടയിൽ കിച്ചുടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുന്നതും അവൻ്റെ ചിരിയും കളിയും ഓരോ കുറുമ്പുകളും ഇതൊക്കെ കാണുമ്പം അതിനിടയ്ക്ക് വേറെ തന്നെ ഒരു സന്തോഷവും സമാധാനവും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.